വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ബാക്കി കാര്യങ്ങളൊക്കെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ പാർലമെന്ററി പാർട്ടിയാണ് അതല്ലാതെ അതിനെക്കുറിച്ച് ഒരു ചർച്ചയിലേക്ക് ഇപ്പോൾ പോകുന്നത് ശരിയല്ല. രണ്ട് കടമ്പകൾ പ്രധാനമായും നടക്കാറുണ്ട്. അതിന്റെ പ്രവർത്തനത്തിലാണ് പാർട്ടി മുന്നണിയൊക്കെ ഇപ്പം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് 2026 ഗവൺമെന്റിനെ കുറിച്ച് ഇപ്പം ചർച്ച ചെയ്യാനാണ്. ആദ്യം ജയിക്കുക എന്നുള്ളതാണ്. ജയിക്കുക ഭൂരിപക്ഷം, അതാണ് ഞാൻ അതിന്റെ സാന്നിധ്യവും പോക്കും ഒക്കെ പാർട്ടിക്ക് ഗുണം ചെയ്യുന്നതാണ് പറയുന്നത്. അല്ല, ഏത് സംഘടനകളുമായിട്ട് എല്ലാ വിഭാഗങ്ങളുമായിട്ട് സൗഹൃദമാണ് പാർട്ടി ആക്കുന്നത്. നിങ്ങൾ തന്നെ അടുത്ത കാലങ്ങളായിട്ട് പറയുന്നത് സമുദായങ്ങൾ കോൺഗ്രസിന് അകന്നു പോകുന്നു. ഇപ്പൊ ഏതായാലും എല്ലാ സമുദായങ്ങളും അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊരു ശുഭസൂചനയാണ്. അതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഏത് സംഘടനയുടെ പരിപാടിയിൽ വിളിച്ചാലും അത് പങ്കെടുത്തതിൽ തെറ്റില്ല. കോൺഗ്രസിലെ എല്ലാ സമുദായങ്ങളോടും ഒരേ നിലപാടില്ല. സൗഹൃദമാണ് ഞങ്ങൾ. ഈ ശിവഗിരിയിൽ വെച്ചിട്ട് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ അത് സ്വാമികളും ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിനെപ്പറ്റിയുള്ള ചർച്ച സജീവമാണ്. ഈ ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ചില അമ്പലങ്ങളുണ്ട്. അപ്പം ആ ഒരു വിഷയത്തിൽ അതാത് ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരാണ് അഭിപ്രായം പറയുന്നത്. അത് അഭിപ്രായം പറയുന്നത് അതിൻ്റെ ഹിന്ദുമതത്തിന്റെ രീതി അനുസരിച്ച് അങ്ങനെ ആചാരങ്ങളിൽ മാറ്റം വരുത്തുന്നത് തന്ത്രിമാർ അവര് ദേവപ്രശ്നം നടത്തിയിട്ടൊക്കെയാണ് തീരുമാനം. അത് തന്ത്രിമാരുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കും. എന്നാൽ സമുദായ സംഘടനകൾക്ക് അവരുടെ ക്ഷേത്രങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് പറയാനുള്ള അധികാരം. പക്ഷേ സാധാരണ രീതിയിൽ മറ്റ് ക്ഷേത്രങ്ങൾ, ദേവസ്വങ്ങളുടെ രീതിയിലുള്ള ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് തന്ത്രിമാരാണ്. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ തന്ത്രിമാർ ചെയ്യേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ചെയ്യുന്നത് ശരിയല്ല. തന്ത്രിമാരുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക. പിന്നെ കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തേണ്ടത് അതിനല്ല ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങൾ ആരാധനയ്ക്ക് ഇപ്പോ ഷർട്ടിട്ട് കയറുന്നതാണ് മാറ്റം എന്ന് പറഞ്ഞാൽ നാളെ പറയും പാൻറ് ഇട്ട് കയറണമെന്നോ, പാൻറ് ഇട്ട് കയറിയ പിന്നെ ഷൂ ഇട്ട് കയറണമെന്നോ. അത് ക്ഷേത്ര ആചാര്യമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ക്ഷേത്രങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പരിപാലനത്തുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നത് ആരാധിക്കാനാണ്, പ്രാർത്ഥിക്കാനാണ്. അല്ലാതെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുന്ന പോലെയല്ല ക്ഷേത്രത്തിൽ പോകുന്നത്. ഇപ്പോൾ കാലോചിതമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ നാളെ പാൻറ് ഷർട്ട് ഇട്ട് കയറുക, എന്നിട്ട് തൊഴുന്നതിന് വരെ ഈ മോഡേണായിട്ട് ഹായ് എന്ന് പറയാൻ പറ്റും. അതിനാണോ ക്ഷേത്രങ്ങൾ? അതാണ് പറഞ്ഞത്, ക്ഷേത്രങ്ങളിൽ ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ പോകുന്നത്. അല്ലാതെ പാൻറ്റും കൊണ്ടിട്ട് ഹായ് എന്ന് പറയാനല്ല. ക്ഷേത്രത്തിൽ ചെന്നാൽ തൊഴുകലാണ് ആചാരം. അപ്പോൾ ഷർട്ടിടണ വേണ്ടതെന്നുള്ള കാരണം ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ SNDK തന്നെ ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഇടുന്നില്ല. ഇപ്പോൾ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, ഞാൻ 6 മാസം മുമ്പ് വരെ അവിടെ എനിക്ക് ചെയ്യുന്നതാണ്. അവിടെ ഷർട്ട് ഇടാൻ പാടില്ല. പക്ഷെ അതൊക്കെ മാറ്റം വരുത്തേണ്ടത് അവരാലോചിച്ച് തീരുമാനിക്കുന്നത്. പക്ഷേ എല്ലാ ക്ഷേത്രങ്ങളും ഷർട്ടിട്ട് കയറണം എന്ന് പറയുന്നത് കാലഘട്ടത്തിന്റെ മാറ്റമല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് തന്ത്രിമാരുടെ അധികാരമാണ്. തന്ത്രിമാർ ദേവപ്രശ്നം നടത്തിയിട്ട് ഇവിടെ തീരുമാനിക്കും. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.